മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ നീയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രധാന സാക്ഷ്യം രേഖ കൈമാത്ര. ഒത്തിരി ഉടമ്പടി സൂത്രവാക്യങ്ങളും ഒത്തിരി ഉടമ്പടി പ്രക്രിയകളുമുള്ള ഒരു ജീവിതാനുഭവ സാക്ഷ്യമാണ് രേഖയുടേത്. ഞാൻ ചില സമയത്ത് ഓർത്തു പോയിട്ടുണ്ടേ, ആരോടാണ് ദൈവം കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതെന്ന്. ദൈവം കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക, സംവേദിക്കുക, സംസാരിക്കുക. ഏത് ടൈപ്പ് മനുഷ്യരോടാണ് ദൈവം കൂടുതൽ സംവേദിക്കുന്നത്? ഇനി കുറച്ചുകൂടി ചോദ്യം ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ, ദൈവം നമ്മളോട് സംവേദിക്കുന്ന സാധാരണ ജീവിത സാഹചര്യം എന്താണ്? ഇപ്പോൾ രേഖ ശരിക്കും അവരുടെ സാക്ഷ്യം അവസാനിക്കുന്നുള്ളൂ. ഞാൻ നോക്കിയിട്ട് ഒരു 4 പ്രാവശ്യം ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ദൈവം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് വിശ്വാസം മാത്രം മതി. ബാക്കിയെല്ലാം വിശ്വാസ വളർച്ചയുടെ ഭാഗങ്ങളാണ്. കുദാശ ജീവിതമൊക്കെ വിശ്വാസ വളർച്ചയുടെ ഭാഗങ്ങളാണ്. ദൈവം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ട് വിശ്വാസം മാത്രം മതി. വിശ്വാസത്തിന് ഒരു വിഷയമുള്ളത് രക്ഷിക്കപ്പെടുന്ന വിശ്വാസമായിരിക്കണം. എന്തെങ്കിലും വിശ്വാസം ആയാൽ പറ്റത്തില്ല. ഇപ്പോൾ അമേരിക്ക നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ഇറ്റ് ഈസ് ദെയർ, അതൊരു വിശ്വാസമാണ്. അതുകൊണ്ട് നീ രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ നിന്നെ നിത്യത വരെ നിന്നെ ക്യാരി ചെയ്യാൻ പറ്റണം. നിത്യത വരെ നിന്നെ ഈ ജീവിതത്തിന് ശേഷവും നിന്നെ ഏറ്റെടുക്കുകയും നിൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യുന്ന വിശ്വാസമാണ് രക്ഷിക്കപ്പെടുന്ന വിശ്വാസം. അപ്പോൾ ആ ഒരു വിശ്വാസം അത് നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു വിശ്വാസമായിട്ട് തന്നെ, വിശ്വാസ രൂപം തന്നെ, അതിൻ്റെ പ്രാഗ് രൂപം, വിശ്വാസത്തിൻ്റെ ഒരു പ്രാഗ് രൂപം ഒരു ധാരണയായിട്ടാണ് വരണത്. വളരെ വിശ്വാസത്തിന് മുമ്പൊരു രൂപമുണ്ട്, അതിൻ്റെ പ്രാഗ് രൂപം. അതൊരു ധാരണ എന്ന് വേണേൽ പറയാം. ധാരണ, ഈ ധാരണയാണ് അത് മച്ചുറാകുമ്പോഴാണ് വിചാരമാകണത്. വിചാരമാണ് മച്ചുറാകുമ്പോഴാണ് വിശ്വാസമാകുന്നത്. വിശ്വാസം മച്ചുറാകുമ്പോഴാണ് വലിയ വിശ്വാസമാകുന്നത്. അപ്പോൾ തുടങ്ങണത് എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾക്ക് ധാരണ ഉണ്ടായാൽ മതി. ഉടമ്പടി എടുക്കുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പക്ഷേ പെട്ടെന്ന് ഇടപെടാൻ സാധ്യതയുണ്ട്. ധാരണയാണത്. അപ്പോൾ ധാരണ വരുമ്പോൾ തന്നെ ദൈവം നെക്സ്റ്റ് ഡോറിലായെന്ന് അർത്ഥം. ഒരു ധാരണ കിട്ടിയാൽ മതി.
ചില ആൾക്കാർ ധാരണയോടുള്ള റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ്, ചിലർ ധാരണ ഉണ്ടാകും, പക്ഷേ കോൾഡ് വെതറുള്ള ആൾക്കാരുണ്ടാകും. തണുത്ത വിശ്വാസത്തിൽ ശൈത്യ മേഖലയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും. ഒരു കോൾഡ് വെതറുകാരാണ്. ധാരണ കിട്ടിയാൽ ഒരു കൊല്ലം കഴിഞ്ഞൊക്കെ ഇത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ചിലർ ഭയങ്കര സമ്മർ സീസണിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും. വിശ്വാസത്തിൽ ധാരണ കിട്ടി അടുത്ത ആഴ്ചത്തെ അവർ ഉടമ്പടി എടുക്കും. ചിലർ ധാരണ കിട്ടിയാൽ 1.5 കൊല്ലം കഴിഞ്ഞ് ഉടമ്പടി എടുക്കത്തുള്ളൂ. ഈ ധാരണ ആക്ടിവേറ്റ് ആകാൻ എടുക്കുന്ന സമയം തന്നെയായിരിക്കും ഉടമ്പടി ക്രാക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. ഞാൻ പറഞ്ഞു വരണത്, ധാരണ പോലും ദൈവസ്വരമാണ്, വിചാരവും ദൈവസ്വരമാണ്. ധാരണ മച്ചുറായി കഴിയുമ്പോൾ വിചാരമാകും. ആ രക്തസ്രാവക്കാരി രോഗിയുടെയൊക്കെ വിശ്വാസം ശരിക്കും ആദ്യം വിചാര രൂപത്തിലാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ഉള്ളിൽ വിചാരിച്ചു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ മഹത്വം മഹത്വം മഹത്വം. മർക്കോസ് 5:28. മർക്കോസ് 5:28. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി. പറഞ്ഞ അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. അപ്പോൾ അവൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഭയങ്കരമായ രീതിയിൽ ഒരു ലെഫ്റ്റ് ലുഫായ പോലെ ഇങ്ങനെ, അതായത് വെറുക്കപ്പെട്ട് വിച്ഛേദിക്കപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലാണ്. കാര്യം 12 കൊല്ലമൊക്കെ ഇങ്ങനെ രക്തസ്രാവം വന്നു. ഇന്നത്തെ കാലത്ത് തുണി പോലും ഇത്രയും സമൃദ്ധമായുള്ള കാലമാണിത്. ഇപ്പം എന്തെല്ലാം സംഭവങ്ങളാണ് ആൾക്കാർക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അക്കാലത്ത് ലിനനാണ് ആൾക്കാർ ഉപയോഗിക്കുന്ന തുണി, അതുപോലും എല്ലാവർക്കും ഇല്ല. അപ്പം അങ്ങനെയുള്ള ആ കാലത്ത് തന്നെ ഒരു 12 കൊല്ലം രക്തസ്രാവം വന്നാൽ ആ വീട്ടിലെ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ അവൾക്കിനി വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കാര്യം ഈ 12 കൊല്ലമായിട്ടും ഇപ്പം നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഏജ് ഓവറായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ, 2 കാര്യം നിനക്ക് തരും. ഒന്ന്, യേശുവിനെ നിനക്ക് തരും. കാരണം നീ ഒത്തിരിയേറെ വിഷയങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തി പരാജയപ്പെട്ടു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഇരിക്കുന്ന സമയത്താണ് യേശുവിനെക്കുറിച്ച് ഇവൾ കേൾക്കണത്. നമുക്കറിയാമല്ലോ, ദൈവം നമ്മളുമായിട്ട് ദൈവം കോണ്ടാക്റ്റിലാകുന്നത് ആദ്യം തന്നെ ഈ കേൾവി നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആരോ പറഞ്ഞു, ചിലപ്പോൾ ശത്രുക്കൾ പറഞ്ഞാലും മിത്രങ്ങൾ പറഞ്ഞാലും ഒരു ബന്ധമില്ലാത്തത് പറഞ്ഞാലും ടി വി കേട്ടാലും റേഡിയോയിൽ കേട്ടാലും മൊബൈലിൽ കേട്ടാലും കേൾവി എങ്ങനെ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് അറിയത്തില്ല. ദൈവം ആദ്യം ഇൻട്രാക്ട് ചെയ്യുന്ന ശബ്ദത്തിലാണ്. ശബ്ദം ആരും പറഞ്ഞാൽ മതി. നിങ്ങളറിയാം, നിങ്ങളിലെ ഒരു കുറേ അധികം പേരും ആരോ പറഞ്ഞത് കേട്ടാണ് വരണത്. ഈ വാഗ്ദാന പേടകം തന്നെ ആ ഒരു ദൈവം മനുഷ്യനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. വാഗ്ദാന പേടകത്തിൻ്റെ ഒരു മാതൃകാ രൂപമാണ് അവിടെ ഇരിക്കുന്നത്. ഒരുപക്ഷെ വെരി ഡീപ്പ് മീനിങ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഇൻട്രാക്ഷൻ്റെ ഒരു രൂപമാണ് വാഗ്ദാന പേടകം. ഈ വാഗ്ദാന പേടകത്തിന് പോലും അതൊരു ചെവിയുള്ള സംവിധാനമാണ്. ദൈവം നിങ്ങളെ കേൾക്കുന്ന, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വാഗ്ദാന പേടകം. ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം എടുത്തേ. സങ്കീർത്തനം, കെറൂബുകളുടെ മധ്യത്തിൽ വസിക്കുന്നവനെ നീ ചെവി ചായച്ചെന്നെ കേൾക്കണമെന്ന് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നുണ്ട്. സങ്കീർത്തനം 80:1. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ. 80-ാം സങ്കീർത്തനം 1-ാം തിരുവചനം.
ഇസ്രായേലിന്റെ ഇടയനെ പറഞ്ഞ ഇസ്രായേലിന്റെ ഇടയനെ ഇസ്രായേലിന്റെ ഇടയനെ ആട്ടിൻകൂട്ടത്തെ പോലെ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. അപ്പം കെരൂബുകളുടെ മേൽ വസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാന പേടകത്തിൽ ദൈവം എന്നതിൻ്റെ അർത്ഥം ദൈവം തൻ്റെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റാൻ ഒരു പേടകത്തിൻ്റെ സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ 2 കെരൂബുകളെ പ്രതിഷ്ഠിച്ച് അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്തിൻ്റെ പേരാണ് കൃപാസനം. അതിന് കൃപാസനമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ. അത് നമ്മുടെ കൃപാസനത്തിൻ്റെ മുഖവാരം കണ്ടിട്ടില്ലേ? നിങ്ങൾ ഉടമ്പടി പത്രിക സമർപ്പിക്കുന്ന പേടകം കണ്ടിട്ടില്ലേ? എല്ലാം പഴയ നിയമത്തിലെ ഒരു ദൈവത്തിൻ്റെ ചെവിയുടെ സംവിധാനമാണിത്. ചെവിയും വായുവാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും, നിങ്ങൾ പറയുന്നത് കേൾക്കുകയും ചെയ്യും. നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും ദൈവമായിട്ട് നമ്മളൊരു സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇപ്പം തന്നെ ദൈവം സംസാരിക്കണത് നിങ്ങൾ പുറപ്പാട് 25-21 എഴുതിയ പുറപ്പാട് 25-21 കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പോൾ അത് കൃപാസനത്തിൻ്റെ മുഖവാരത്ത് കണ്ടില്ലേ? ആ കെരൂബുകളുടെ നടുക്ക് കർത്താവ് നിൽക്കണം കണ്ടില്ലേ? അതായത് നിങ്ങൾ തന്നെയും നാളെ ഒരു കൃപാസനമായി മാറും. ഈ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരണത് ഒരു മനുഷ്യൻ അവൻ പറയണത് പോലെ ചെയ്ത് കഴിയുമ്പോൾ വാഗ്ദാനം പ്രാപിക്കും. വാഗ്ദാനം പ്രാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള വാഗ്ദാനമാണ്, നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ ഞാൻ നിങ്ങളിൽ വന്ന് വാസം ഉറപ്പിക്കും. മനസ്സിലായില്ലേ? 15:7 എടുത്ത് നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതായത് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ നിലനിൽക്കണം. അല്ലാതെ ഉടമ്പടി ഒന്ന് പുതുക്കി എന്നിട്ട് പിന്നെ നിങ്ങൾ പഴയതുപോലെ ഉഴപ്പി അങ്ങനെ പല കമ്മ്യൂണിക്കേഷൻ ബ്രേക്കാവും. ഉടമ്പടി പുതുക്കണൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ് ശരിക്കും. കാരണം കമ്മ്യൂണിക്കേഷനാണ് ഇതിൻ്റെ ഉദ്ദേശം. പുതുക്കുന്ന അനുസരിച്ച് കൗൺസിലേഴ്സ് ഉൾപ്പെടെയുള്ള ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ആണ് ശരിക്കും നല്ല ഫ്ലോ, മുമ്പത്തേക്കാളും നിങ്ങൾ ഫ്ലറിഷ് ആകുന്നുണ്ടോ, അതാണ് ഉടമ്പടിയിലുണ്ടായ വിഷയം. ഉടമ്പടി പുതുക്കുന്ന അനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയി വരണം. ദൈവം നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യണം. ഇപ്പോൾ ഇതിന് ഇവളുടെ വിഷയം എന്താണ്? അതായത് രേഖയുടെ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ വന്നെ എപ്പോഴാണ്? രേഖ നമുക്കറിയാം ഒരു നോൺ ക്രിസ്ത്യനാണ്, പക്ഷേ കമ്മ്യൂണിക്കേഷന് കുഴപ്പങ്ങളൊന്നുമില്ല. എന്താ കാര്യം? ധാരണയുണ്ട്, ധാരണ മച്ചുറായിട്ടുള്ള ഒരു വിചാരമുണ്ട്, വിചാരം മച്ചുറായിട്ടുള്ള വിശ്വാസമുണ്ട്. പക്ഷേ ഇതൊന്നും വിശ്വാസം ഉണ്ടായാലും വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്നതിന് എന്ത് വേണം? പ്രവർത്തികൾ വേണം. ഉടമ്പടി കുറേ ഹോംവർക്കുകൾ തരണില്ലേ നിങ്ങൾക്ക്? പത്രം കൊടുക്കുക, രോഗികളെ കാണുക, അതെല്ലാം അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം ഒരു കേവല വിശ്വാസം ഉണ്ടായാൽ വിശ്വാസം അടയാളം കാണിക്കത്തില്ല. കേവല വിശ്വാസത്തിൻ്റെ കുഴപ്പം അതാണ്. എല്ലാവർക്കും കത്തോലിക്കർക്കും അല്ലാത്തവർക്കും എല്ലാം കേവല വിശ്വാസമുണ്ട്, പക്ഷേ അടയാളങ്ങളില്ല. അടയാളത്തിൽ ദരിദ്രന്മാരാണ്. ദൈവം സംസാരിക്കുകയോ ഇൻട്രാക്ട് ചെയ്യുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഇനാക്റ്റീവ് ഫെയ്ത്ത് ഉണ്ടാകും. ഈ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തികൾ നിങ്ങൾക്ക് തരണത്. അതുകൊണ്ടാണ് യാക്കോബൊക്കെ പറഞ്ഞത് 2:19 എന്താണ് പറയണത്? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യാക്കോബ് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ്. അപ്പം വിശ്വാസം ഉണ്ടാകാം. നോക്കിയേ, ആദ്യം എന്താ പറയണത്? ആദ്യം പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം ധാരണ, പിന്നെ എന്താണ്?
വിചാരം, പിന്നെ വിശ്വാസം. വിശ്വാസം ഉണ്ടായാലും അത് സജീവവും നിർജീവവുമായിട്ട് മാറും. പിടിയില്ലേ? വിശ്വാസത്തെ സജീവമാക്കി നിർത്താൻ വേണ്ടി എന്ത് വേണം? പ്രവൃത്തികൾ വേണം. പ്രവൃത്തികൾ എപ്പോഴും ചൊല്ലണതുണ്ട്, ചെയ്യണതുണ്ട്. ചൊല്ലാൻ പറ്റും, ചെയ്യാൻ പറ്റും. എൻ്റെ പറഞ്ഞത് ഇപ്പോൾ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുന്നതാണ് ചൊല്ലണ പ്രവൃത്തികൾ. പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതാണ് കാര്യം. ആ വിശ്വാസം ഉയർപ്പിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, വിശ്വസിക്കുന്നുണ്ട് വിശ്വാസ പ്രമാണം ചെയ്ത അവസാനം വർക്കൗട്ട് ചെയ്യത്തില്ല. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ഇവൾക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 24:48. ലൂക്ക 24:48. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. എന്തിനാണ് സാക്ഷികൾ? 27 എടുത്തേ. ലൂക്ക 24:47. പാപമോചനത്തിലുള്ള അനുതാപം, പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പൊ കർത്താവിന്റെ ഉയർപ്പിന് ശേഷം നടന്ന പാരഷൻസിലാണ് ഈശോ പാപമോചനത്തിനുള്ള അധികാരം നൽകുന്നത്. കാര്യം, ഒരു വ്യക്തിയിൽ ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിമാനം ഇറങ്ങണം. ചുമ്മാ വല്ലയിടത്തും വിമാനം ഇറങ്ങുക? അവിടെ എല്ലാ കുന്നും മലയൊക്കെ നിവർത്തി അല്ലേ, വിമാനം ഇറങ്ങാൻ വേണ്ടി മാത്രം കോൺക്രീറ്റ് അടിച്ച് അതെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വിമാനം അവിടെ ലാൻഡ് ചെയ്യണത്. അപ്പം അതുപോലെ തന്നെയാണ് തുറമുഖങ്ങൾ. ദൈവം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ കല്ലും മുള്ളും പാപാവസ്ഥകളും നിലപാടുകളും, ഇപ്പം തന്നെ അഖില എന്നും പറഞ്ഞ ഒരു മോള് സാക്ഷ്യം പറഞ്ഞു. അഖിലയുടെ സാക്ഷ്യം എന്ന് വെച്ചാൽ അവർ ഒരു B1 സ്റ്റുഡൻ്റാണ്. ജർമ്മനി പോകാൻ വേണ്ടി B1 B2 എക്സാം സ്റ്റുഡൻറ്റ്. അപ്പോൾ B1 എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് B1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാരുടെ കൂട്ടുകാർ പറഞ്ഞ് B2 അറ്റൻഡ് ചെയ്യാവുന്നതാണ്, ഈ B1-ൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് B2 എഴുതാവുന്നതാണെന്ന് പറഞ്ഞു. എഴുതുകയോ ഹിയർ ചെയ്യുകയോ ചെയ്യാൻ പറ്റും. അതൊക്കെ ചുമ്മാക്കെ കുറച്ചൊക്കെ കറക്കിക്കൂത്താണ്. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ അഖിലയും പോയി B2 എഴുതി. പൊട്ടക്കണേനെ മാവിട്ടറിഞ്ഞ പോലെ സംഭവം വീണ് B2-ൻ്റെ ഒരു മൊഡ്യൂൾ കിട്ടി അവൾക്ക്. അപ്പോൾ അഖില അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യണത് അതോടുകൂടി ഞാൻ അഹങ്കാരിയായി മാറിയെന്നാണ്. എന്താ കാര്യം? ചുമ്മാ പിള്ളേരൊക്കെ വന്ന് എന്നോട് ചോദിക്കും, ചേച്ചി ഇതെങ്ങനെ എഴുതിയെടുത്ത്? എൻ്റെ ജൂനിയേഴ്സ് വന്ന് ചോദിക്കും, ചേച്ചി ഇതെങ്ങനെ എഴുതിയെടുത്ത്? ചുമ്മാ എഴുതിയാവുന്നത്, ചുമ്മാ അവിടെ പോയി ഞാൻ എഴുതിയ. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ കേമത്തിയാണ്, ഞാൻ ചുമ്മാ അങ്ങോട്ട് എഴുതിയാൽ തന്നെ കിട്ടും. എന്നിട്ട് അപ്പോൾ ഇവൾ പറഞ്ഞത് എനിക്ക് ഉള്ളിൽ തന്നെ ഒരു അഹങ്കാരം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടണത്, അത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസി കള്ള് പോലെയാണ്. കള്ള് ഇരുന്ന് മൂത്താൽ അതെന്തായും ചാരായമാകും, ചാരായം മൂത്ത വിനാഗിരിയായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ആത്മവിശ്വാസം. അത് മൂത്ത് കഴിഞ്ഞാൽ പിന്നെന്താകും? അത് അഹങ്കാരമായിട്ട് മാറും. അഹങ്കാരമായി കഴിഞ്ഞാൽ എന്നാ പറ്റും? അവിടെ ഈ വിമാനം ഇറങ്ങണ പോലെ ദൈവത്തിന് ആ കല്ലിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ദൈവത്തിന് അവിടെ ഇൻട്രാക്ട് ചെയ്യാനില്ല, അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം ടോർപ്പുഴ ചെയ്യേണ്ടത് എപ്പോഴും ദൈവം എപ്പോഴും കൈ വെക്കണം, എപ്പോഴും ആത്മവിശ്വാസത്തിലായിരിക്കും. ആത്മവിശ്വാസം ഇപ്പം തന്നെ എന്തെങ്കിലും വിശ്വാസം, ഇപ്പോൾ നമ്മൾക്കറിയാമില്ല, ആത്മവിശ്വാസം എപ്പോഴും വ്യക്തികൾക്ക് ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ അവൻ്റെ ഉള്ളിൽ തന്നെ സെൽഫായിട്ട് തന്നെ വരും. ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ല. ഞാൻ എൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ വിഷയത്തിനും റാങ്ക് കിട്ടി പഠിച്ച ആളാണ്, മറ്റവന്മാരൊക്കെ മഫന്മാരാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ ആരെയൊക്കെ അത് നെഗറ്റീവായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടിയാൽ നിങ്ങൾ പറയണത് ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ലെന്നാണ് പറയണത്. എന്നുവെച്ചാൽ കുറഞ്ഞ പുള്ളികൾ വേറെ ഉണ്ടെന്നതിൻ്റെ അർത്ഥം. വേറെ ആൾക്കാരെ കൊച്ചാക്കി കഴിഞ്ഞിട്ട് അവരെക്കാൾ കേമനാണ്, കേമിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിരുസ്ഥന് വന്നു കഴിഞ്ഞാൽ ദൈവത്തെ നിങ്ങളെ ഇഷ്ടമൊക്കെ ആയിരിക്കും, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ കൃപാസനത്തിൽ നിന്നുകൊണ്ട്
അപ്പം അല്ലേ 15, 25, 10 നമ്മൾ എന്താ വായിച്ച പുറപ്പാട്? ഹല്ലേലൂയ. പുറപ്പാട് 25, 22. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും, കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഇപ്പോൾ 2 ഫാക്കൽറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ്? വാഗ്ദാന പേടകമായിട്ട് നീ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒന്ന്, ഞാൻ നിന്നെ കാണും. നമ്മൾ അങ്ങ് ദൈവത്തിനെ കാണുമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ. ഞാൻ നിന്നെ കാണും. രണ്ടാമത്തെ എന്താണ്? അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. പക്ഷേ കേൾക്കണം നിർബന്ധമില്ല. ഇവിടെയാണ് പ്രോബ്ലം. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഭയങ്കരമാണ് ആൾക്കാർക്ക്. അതായത് ദൈവത്തിൻ്റെ രക്ഷാകര സംവിധാനത്തിൻ്റെ പേരാണ് ആർക്ക് ഓഫ് ദി കവനൻറ്റ്. ആർക്ക് ഓഫ് ദി കവനൻറ്റിൻ്റെ വരുന്നുള്ള ഇത് ഭയങ്കര സെൻസിറ്റീവാണ്. ഒന്ന്, നമ്മളെ ഇത് കാണുന്നു. അവിടെ ദൈവം നമ്മളെ ആ ഒരു ആർക്ക് ഓഫ് കവനൻറ്റിൻ്റെ നമ്മുടെ ലൈഫ് ആർക്ക് ഓഫ് ദി കവനൻറ്റിൻ്റെ സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കാണുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ നമുക്ക് ദൈവത്തെ കാണണമെന്ന് നിർബന്ധമില്ല. അത് വിഷയമാണ്. അതുകൊണ്ടാണ് അന്ധകാരത്തിലുള്ള ജനത ഒരു പ്രകാശം കണ്ടു എന്നൊക്കെ പറയത്തില്ലേ? മത്തായി 4:16. 4:16. അതെ. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ പറഞ്ഞ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൽ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അതായത് നമ്മൾ ദൈവത്തെ കാണുന്ന പ്രോസസ്സിലേക്ക് വരണം. ഇപ്പം കാഴ്ച എന്ന ദൈവത്തെ അനുഭവങ്ങളിലൂടെ ദൈവത്തെ കാഴ്ച എന്ന ഒരു പ്രക്രിയ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷെ നമ്മളുടെ കാഴ്ച നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. എങ്ങനെയാണ്? വിശ്വാസം വർദ്ധിച്ചിട്ട്, വിശ്വാസം അതാദ്യം ധാരണയുണ്ടായി, പിന്നെ വിചാരമുണ്ടായി, പിന്നെ വിശ്വാസമുണ്ടായി. ആ വിശ്വാസം തന്നെ ആക്റ്റീവ് ഫെയ്ത്ത് ഉണ്ട്, സജീവ വിശ്വാസമുണ്ട്, പിന്നെ എന്താണ്? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. യാക്കോബ് 2:17 അനുസരിച്ചുകൊണ്ട് നിർജീവമാണ്. ഈ നിർജീവ വിശ്വാസത്തിൻ്റെ മേഖലയുള്ള ആൾക്കാരുണ്ടാകും. പക്ഷേ പ്രവൃത്തികൾ വരുമ്പോൾ എന്തു ചെയ്യും? അത് സജീവ വിശ്വാസത്തിലേക്ക് വരും. അപ്പോൾ പ്രവൃത്തികൾ ഇപ്പോൾ അഖിലയ്ക്ക് സംഭവിച്ചതിൻ്റെ വിഷയം വെച്ചാൽ, അഖില B2 എക്സാം കഴിഞ്ഞപ്പോൾ, B2 എക്സാമിൻ്റെ ഒരു മൊഡ്യൂൾ പാസ്സായി കഴിഞ്ഞപ്പോൾ ഈസിയാണെന്ന് വിചാരിച്ചു. പക്ഷെ ബാക്കി ഉള്ളത് എഴുതാൻ തുടങ്ങിയപ്പോൾ 3 പ്രാവശ്യം അവർക്ക് എഴുതാൻ പറ്റിയില്ല. 3 പ്രാവശ്യം അവൾ തോറ്റുപോയി. അപ്പോൾ അവളുടെ കൂടെ എഴുതിയിരുന്ന കൂട്ടുകാരത്തി, അഖില നല്ല ബ്രില്യൻ്റാണ്, റാങ്ക് ഹോൾഡർ ആയിട്ട് വളരെ പ്രോംപ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻ്റായിട്ട് വളർന്നു വന്നതാണ്, നല്ല ആത്മവിശ്വാസമുള്ള ആളാണ്. പക്ഷേ B2 ആദ്യം ജയിച്ചങ്ങനെ പിന്നീട് കംപ്ലീറ്റ് എഴുതിയെടുത്തപ്പോൾ 3 പ്രാവശ്യം തോറ്റുപോയി. 3 പ്രാവശ്യം തോറ്റപ്പോൾ അവളൊരു കാഴ്ച കണ്ടെന്നാണ് പറയണത്. അവളുടെ കൂടെ എഴുതിയിരുന്ന അവളോളം കലിബറില്ലാത്ത ഒരു മോള് എല്ലാ മൊഡ്യൂൾസിലും ജയിച്ച്. അപ്പോഴവൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ അഖില തോറ്റു വല്ലാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ജയിച്ച കൂട്ടുകാരത്ത് നോക്കിയപ്പോൾ അവൾ കൃപാസനം മാതാവിൻ്റെ കാശുരൂപ എടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണീരോടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച അവൾ കണ്ട്. അപ്പോൾ അഖില അവളോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്യണത്? അപ്പോൾ അവൾ പറഞ്ഞു, എന്നെ ജയിപ്പിച്ചത് കൃപാസനം മാതാവാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൾക്ക് അഹങ്കാരവും ആത്മവിശ്വാസവും. ഇവൾക്ക് അഹങ്കാരമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. അവൾക്ക് അമ്മയിലാണ് വിശ്വാസം. അമ്മയോടുള്ളതുള്ളതുപോലെ തുറന്നു പറയും, ഞാൻ ഗതികെട്ട ആളാണ്, എനിക്കൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല, നീയാണ് എൻ്റെ കൂടെ വരേണ്ടത്, നീയാണ് എൻ്റെ പേപ്പർ നോക്കേണ്ടത്, നീയാണ് എന്നോട് സംസാരിക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് വാഗ്ദാന പേടകം എന്നുള്ള കോൺസെപ്റ്റിൽ ദൈവം നമ്മൾക്ക് എന്തുമാത്രം ലളിതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അത്രയും കമ്മ്യൂണിക്കബിളാണിത്. കമ്മ്യൂണിക്കേഷൻ നിസ്സാര കാര്യമല്ല. ഞങ്ങൾ തരുന്ന ഷെഡ്യൂൾ പ്രെയർ മാത്രമല്ല, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കണം. എപ്പോഴും വയറ്റിപ്പഴപ്പം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പോൾ ദൈവം അവർക്ക് നിങ്ങൾക്ക് വയറ് മാത്രമല്ലേ ഉള്ളതെന്ന് വിചാരിക്കും. പിന്നെ വയറിന് വേണ്ട സാധനമൊക്കെ തന്നിട്ടിരിക്കും. നമുക്ക് വേറെ കുറേ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടയ്ക്ക് ഓർത്തേക്കണം, പ്രാർത്ഥിക്കും. അല്ല വയറിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കരുത്. അപ്പോഴത് അനുസരിച്ചുണ്ട്. അപ്പോൾ അങ്ങനെ ഉടനെ അഖില വന്ന് ഉടമ്പടി എടുത്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താണ്, അഖിലയ്ക്കൊരു ധാരണയാണ് ആദ്യം ഉണ്ടായത്. പിന്നെ അത് ധാരണ വളർന്ന് വിചാരമായി. വിചാരം ആണ് ഇപ്പോൾ കൂട്ടുകാരത്തിയുടെ കൂടെ കിട്ടിയത്. ചെറിയൊരു വിശ്വാസം ആയോന്ന് നമുക്കറിയത്തില്ല. വിചാരമുണ്ട്, കൂട്ടുകാരത്തി ജയിച്ചത് അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ അതെടുത്തേക്കാം, ഇപ്പം അതുകൊണ്ട് കുഴപ്പമുണ്ടായെന്ന് വേണ്ടത്.
പല ആൾക്കാർ ഉടമ്പടി എടുക്കണം അങ്ങനെയാണ്. എന്നാൽ പിന്നെ ഉടുങ്ങാൻ അതെടുത്തേക്കാം, ഉടമ്പടിയാണ് എന്താണ് എന്തായാലും എന്ത് തടിയായാലും എടുത്തേക്കാമെന്ന് വിചാരിക്കും. അതാണ് അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കുഴപ്പം കൊണ്ടാൽ കിട്ടിയില്ലെന്ന് വേണ്ട. അതുകൊണ്ട് മറ്റുള്ളവരെ എടുത്തിട്ട് ഇനി അതിൻ്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് ഉടമ്പടി എടുക്കണ കുറേ അധികം ഉണ്ട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ ലാഗിങ് വരണത്. ഇതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. കാരണം ദൈവവുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ദൈവവും നിങ്ങളുമായിട്ട് വലിയൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വായുനാറ്റം ഉണ്ടാകാതിരിക്കുക. ദൈവം നിങ്ങൾക്ക് വായുനാറ്റം ഉള്ളവരാണ് ദൈവം സംസാരിക്കുക നിങ്ങളോട്? ഇല്ല, സംസാരിക്കത്തില്ല. അപ്പോൾ വായുനാറ്റമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് മൗത്ത് വാഷൊക്കെ അടിച്ച് വരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വീട്ടിൽ പോയി മൗത്ത് വാഷ് അടിക്കരുത്, കുമ്പസാരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ കാര്യം? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്ന്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. റോമ 3:13. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. പരിപാടിയായി. വ്യത്യസ്തമായ കൂട്ടം കൂടി നിന്ന് ജോലി ചെയ്യണില്ലേ? കൂട്ടം കൂടി നിന്ന് ജോലി ചെയ്യുന്നവരുടെ ആൾക്കാരുടെ വർത്തമാനങ്ങളിലെല്ലാം പലപ്പോഴും അവർക്ക് ജോലിക്ക് ബോറടിക്കുമ്പോൾ അവർ ഉള്ളിൽ തെറി അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആ തെറിയെ അഭിമുഖീകരിക്കുന്നത്. ചില ആൾക്കാർ കൊന്ത ചൊല്ലിക്കൊണ്ട് ചെയ്യും. തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ, തൊണ്ട തന്നെ തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ വാ പൊളിച്ചാൽ നാറ്റം വന്നുകൊണ്ടിരിക്കുക. അതായത് വായുനാറ്റം എന്ന് പറയണത്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും വായുനാറ്റം ഉണ്ടാകും. വായുനാറ്റം ഇല്ലാതെ നിങ്ങൾക്ക് വർത്തമാനം പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള വാക്കുകളുണ്ടാകുന്ന വാക്കെന്നെന്താ? വാക്ക് എവിടുന്നാണ് വരുന്നത്? വാക്ക് ഈ കഴുത്ത് ഒന്നും ചെയ്യത്തില്ല, ഹൃദയം ചെയ്യണത് കൊണ്ടാണ് വായുനാറ്റം ഉണ്ടാകണത്. കാര്യം എന്താണ്? ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം. ചുരുക്കിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 6:45. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ഒന്ന് പറഞ്ഞ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിന്റെ നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അപ്പൊ ഹൃദയത്തിൽ എന്താണുള്ളത്? ഈ ദ്വയാർത്ഥം പറയുന്നവരും തെറി പറയുന്നവരൊക്കെ ഓർക്കുക, നിങ്ങളുടെ ഹൃദയം തന്നെ ഒരു സെക്സ് ഓർഗനായിട്ടാണ് വർക്ക് ചെയ്യണത്. ചില ആൾക്കാരെ കുറിച്ച് പറയത്തില്ലേ, അവൻ വേറെ എന്നോ അവയവം കൊണ്ടാണ് ചിന്തിക്കണമെന്ന് എന്ന് പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവനും 24 മണിക്കൂറും സെക്സിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വായിന്ന് ഇതുപോലെയുള്ള അഴുക്ക് വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ബൈബിൾ ഇതൊന്നും വകവെച്ച് തരത്തില്ല. എന്താ കാര്യം? സത്യദൈവം അങ്ങനെയാണ് വിഷയം. നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെ, ആ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അത് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.